കർമ്മല മാതാവ്, തവിട്ട് നിറത്തിലുള്ള ഉത്തരീയം എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള അനേകം കത്തോലിക്കർ എന്തിനാണ് ഇത്രയധികം ആഴമേറിയ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ ചെറിയ തുണിക്കഷ്ണം ധരിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കഥ മാത്രമല്ല, കർമ്മൽനാഥയുടെ ആത്മീയ ദൗത്യത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ആത്മാക്കളെ രക്ഷിക്കുകയും ഇന്നും സജീവമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിയാണിത്. തവിട്ട് നിറത്തിലുള്ള കാർമൽ വസ്ത്രം ധരിച്ച് ഒരു കൈയിൽ ഉണ്ണീശോയെയും മറുകൈയിൽ വിശുദ്ധ ഉത്തരീയവും പിടിച്ചിരിക്കുന്ന മാതാവിനെയാണ് നാം ഈ തിരുസ്വരൂപത്തിൽ കാണുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വിശ്വാസികളുടെ മേലുള്ള നിരന്തര മാധ്യസ്ഥത്തിൻ്റെയും പ്രതീകമാണ് ഈ രൂപം. ഇതെല്ലാം ആരംഭിക്കുന്നത് ഇന്നത്തെ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധമായ കാർമൽ മലയിൽ നിന്നാണ്. ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏലിയ പ്രവാചകൻ ദൈവസാന്നിധ്യം തേടി ആഴമേറിയ പ്രാർത്ഥനയിൽ ജീവിച്ചിരുന്നത് അവിടെയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ മലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അനുകരിക്കാൻ ഉറച്ച ഒരു കൂട്ടം പുരുഷന്മാർ ഉയർന്നു വന്നത്. ഏകാന്തതയുടെയും പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും മനുഷ്യരായി സന്യാസിമാർ ചേർന്ന് ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ, കർമ്മലീത്ത സന്യാസ സമൂഹം രൂപീകരിച്ചു. വിശ്വാസ സത്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ തങ്ങളുടെ ജീവിതം പൂർണ്ണമായും കന്യകാമറിയത്തിന് സമർപ്പിക്കുകയും അവളെ തങ്ങളുടെ അമ്മയായും മധ്യസ്ഥയായും തിരഞ്ഞെടുക്കുകയും ചെയ്തു. മറിയം തുടക്കം മുതലേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളും കൃപ നിറഞ്ഞവളുമാണെന്ന് അവർ വിശ്വസിച്ചു. അവർ അവളെ വിശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും പ്രതീകമായ കർമ്മലിലെ പുഷ്പം എന്ന് വിളിച്ചു. എന്നാൽ കാലക്രമേണ മുസ്ലിം അധിനിവേശം കാരണം ഈ വിശുദ്ധ പുരുഷന്മാർക്ക് കർമ്മൽ മല ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ യൂറോപ്പിൽ അഭയം തേടി. അവിടെ അവർക്ക് പുതിയ പോരാട്ടങ്ങളും സംശയങ്ങളും തിരസ്കരണങ്ങളും ഭീഷണികളും നേരിടേണ്ടി വന്നു. ഈ ആത്മീയ പ്രതിസന്ധിക്കിടയിലാണ് ഒരു പ്രധാന വ്യക്തി ഉയർന്നു വന്നത്, വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. ആഴമേറിയ പ്രാർത്ഥനയും മരിയൻ ഭക്തിയുമുള്ള ഒരു ഇംഗ്ലീഷ് കർമ്മലീത്ത സന്യാസി. 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ ഒരു അടയാളത്തിനായി കന്യകാമറിയത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർമ്മലീത്ത സന്യാസ സമൂഹത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം അവളോട് അപേക്ഷിച്ചു. തുടർന്ന് അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. സ്വർഗീയ പ്രകാശത്താൽ ചുറ്റപ്പെട്ട വേഷത്തിൽ മാതാവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അവൾ ഒരു കൈയിൽ ഉണ്ണീശോയെ പിടിച്ചിരുന്നു, മറുകൈയിൽ സ്വർഗത്തിൽ നിന്നുള്ള അടയാളമായ ഒരു തവിട്ട് നിറത്തിലുള്ള ഉത്തരീയം നീട്ടിപ്പിടിച്ചിരുന്നു. ഇതാണ് നാം ഇന്ന് കാണുന്ന കർമ്മല മാതാവിൻ്റെ ചിത്രം. അവൾ പറഞ്ഞു, എൻ്റെ പ്രിയ പുത്രനായുള്ളവനെ, ഈ ഉത്തരീയം സ്വീകരിക്കുക. ഇത് രക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ സംരക്ഷണവും നിത്യതയിലേക്കുള്ള സമാധാനത്തിൻ്റെ വാഗ്ദാനവുമായിരിക്കും. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ആരും നിത്യാഗ്നി അനുഭവിക്കുകയില്ല. ആ നിമിഷം കേവലം ഒരു വാഗ്ദാനം മാത്രമല്ലായിരുന്നു, അത് തൻ്റെ മക്കളോടുള്ള, പ്രത്യേകിച്ച് നിത്യമായ അപകടത്തിന് മുന്നിൽ നിൽക്കുന്ന മക്കളോടുള്ള ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു. എന്നാൽ എന്താണ് ഉത്തരീയം? അത് കന്യകാമറിയത്തോടുള്ള ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. ചരടുകളാൽ ബന്ധിപ്പിക്കപ്പെട്ട 2 ചെറിയ തവിട്ട് തുണിക്കഷ്ണങ്ങൾ മറിയത്തെ പോലെ ക്രിസ്തുവിൻ്റെ മധുരമുള്ള നുകം ചുമക്കാനുള്ള സന്നദ്ധതയെ ഇത് പ്രതിനിധീകരിക്കുന്നു. പ്രാർത്ഥിക്കാനും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും കാരുണ്യം പ്രവർത്തിക്കാനും വിശുദ്ധി തേടാനുമുള്ള ഒരു ആത്മീയ പ്രതിജ്ഞാബദ്ധതയാണിത്. വിശ്വാസത്തോടെ ഉത്തരീയം ധരിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ പറയുന്നതിന് തുല്യമാണ്: മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. നൂറ്റാണ്ടുകളായി മറിയത്തിൻ്റെ അദൃശ്യമായ സംരക്ഷണത്തിൻ്റെ ദൃശ്യമായ അടയാളമായി ഉത്തരീയം അറിയപ്പെട്ടു. നിരവധി മാർപ്പാപ്പമാർ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അനേകം വിശുദ്ധർ ഇത് എല്ലാ ദിവസവും ധരിച്ചിരുന്നു. എണ്ണമറ്റ വിശ്വാസികൾ ഈ ഭക്തിയിലൂടെ അത്ഭുതങ്ങൾക്കും രോഗശാന്തികൾക്കും ആത്മീയ പരിവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങളിലൊന്ന് ശനിയാഴ്ചത്തെ പദവി എന്നാണ് അറിയപ്പെടുന്നത്. പാരമ്പര്യമനുസരിച്ച് ഭക്തിയോടെ ഉത്തരീയം ധരിക്കുകയും തങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ബ്രഹ്മചര്യം പാലിക്കുകയും പ്രാർത്ഥനയിലും മരിയൻ ഭക്തിയിലും ജീവിക്കുകയും ചെയ്യുന്നവരെ മരണശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച
കർമ്മലനാഥ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കും. ഇത് അന്ധവിശ്വാസമല്ല, തൻ്റെ മക്കളെ രക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുടെ മധ്യസ്ഥതയിലുള്ള വിശ്വാസമാണിത്. കർമ്മലനാഥ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു വിദൂര വ്യക്തിത്വമല്ല, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അവൾ ജീവിക്കുന്ന സാന്നിധ്യമാണ്. അവൾ തുടർന്ന് സംരക്ഷിക്കുകയും സൗഖ്യമാക്കുകയും നയിക്കുകയും എല്ലാത്തിനും ഉപരിയായി ഹൃദയങ്ങളെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബഹളങ്ങളും ഭയവും ശ്രദ്ധാശൈഥില്യങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ അവൾ നമ്മുടെ സമാധാനത്തിൻ്റെ നങ്കൂരവും രക്ഷയിലേക്കുള്ള പാതയുമാണ്. എന്നാൽ നിങ്ങളെ തന്നെ അവൾക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? സ്വർഗീയ സംരക്ഷണത്തിൻ്റെയും ദൈവതുല്യമായ ഉടമസ്ഥതയുടെയും ഈ അടയാളമായ വിശുദ്ധ ഉത്തരീയം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുമായി ഈ കഥ പങ്കിടുക. ഒരുപക്ഷെ അവർക്ക് കർമ്മലിലെ അമ്മയുടെ സംരക്ഷണം ആവശ്യമായിരിക്കാം. കർമ്മലിലെ കന്യകാമറിയം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ആത്മാവിനെയും തൻ്റെ വിശുദ്ധ മഹിമയാൽ പൊതിയട്ടെ. ആമേൻ.